നിങ്ങൾ എപ്പോഴെങ്കിലും വിചാരിച്ചിട്ടുണ്ടോ ഈ നമുക്ക് ഇഷ്ടപ്പെടുന്ന സിനിമകൾ എന്തുകൊണ്ട് ഒരു ഓസ്കാർ വിജയിക്കുക പോയിട്ട് ഒരു ഓസ്കാർ നോമിനേഷൻ പോലും കിട്ടാത്തതെന്ന്? അതായത് വലിയ ബോക്സ് ഓഫീസ് കളക്ഷനൊക്കെ നേടി എല്ലാവർക്കും ഇഷ്ടപ്പെട്ട സിനിമകളൊന്നും എന്തുകൊണ്ടായിരിക്കും ഓസ്കാർ നോമിനേഷൻ പോലും കിട്ടാത്തത്? ഈ ബെസ്റ്റ് ഫിലിം ഓസ്കാർ അവാർഡൊക്കെ കിട്ടിയ സിനിമകൾ എല്ലാ കൊല്ലത്തും എടുത്ത് നോക്കിക്കോ, എപ്പോഴും ഒരു കോൺട്രവേഴ്സി ഉണ്ടാവും. അതായത് ഈ സിനിമയ്ക്ക് ഇത് പറ്റില്ല, ഇവർക്ക് ഇത് അർഹിക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞ് കുറേ പേര് ഇത് കംപ്ലൈൻറ്റ് പറഞ്ഞുകൊണ്ടേയിരിക്കും. എല്ലാ കൊല്ലവും തന്നെയാണ്. ഇതിന്റെ പിന്നിൽ ഒരുപാട് കളികളുണ്ട്. ഇത് ഈ ഹോളിവുഡിലെ ടീംസിനും ഈ PR വർക്ക് ചെയ്യുന്നവർക്കൊക്കെ കൃത്യമായിട്ട് അറിയാം. ഇതിന്റെ ഒരു സത്യാവസ്ഥ ഇപ്പൊ പുറത്തു വന്നത് നിയോ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്റ്റുഡിയോ ഉണ്ട് അമേരിക്കയിൽ. നമ്മുടെ അനോറയൊക്കെ എടുത്തില്ല, അതിന്റെ സ്റ്റുഡിയോ ആണ്. അതിന്റെ CEO ഒരു പോഡ്കാസ്റ്റിൽ കൊണ്ട് പറഞ്ഞ കാര്യമാണിത്. അനോറ എന്ന് പറഞ്ഞിട്ടുള്ള സിനിമയുടെ മൊത്തം ബഡ്ജറ്റ് എന്ന് പറയുന്നത് $6 മില്യൺ ആണ്. നമ്മുടെ ഒരു 52 കോടി രൂപയായിട്ട് വരും. എന്നാൽ ഈ ഓസ്കർ അവാർഡ്സിന്റെ ക്യാമ്പയിനിങ്ങിന് മാത്രം ചെലവാക്കിയത് എത്രയാണെന്നറിയും? $18 മില്യൺ, 160 കോടി രൂപ. ഒരു സിനിമയുടെ ബഡ്ജറ്റിന്റെ 3 ഇരട്ടിയാണ് അവർ ചെലവാക്കിയിരിക്കുന്നത് ഈ ക്യാമ്പയിനിങ്ങിന് വേണ്ടിയിട്ട്. അപ്പൊ എന്താണ് ക്യാമ്പയിനിങ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒരു 10,000 വോട്ടേഴ്സിന്റെ അടുത്താണ് ഈ അക്കാഡമിയിൽ ഉള്ളത്. ഇവരുടെയൊക്കെ വോട്ടിംഗ് അനുസരിച്ചിട്ടാണ് ഈ റാങ്കിങ് ഒക്കെ കൂടുന്നത്. ഫസ്റ്റ് കിട്ടുന്നവർക്ക് അവാർഡ് കിട്ടും. അപ്പൊ ഇവരൊക്കെ താമസിക്കുന്നത് എവിടെയാണ്? ലോസ് ആഞ്ചലസിലും ന്യൂയോർക്കിലും ഒക്കെ ആയിട്ടാണ് ഇവരൊക്കെ താമസിക്കുന്നത്. അപ്പൊ ഈ റീജിയൻസിലുള്ള ബിൽ ബോർഡ്സും അവിടെയുള്ള പരസ്യങ്ങളും പിന്നെ അക്കാഡമിന്റെ തന്നെ ഒരുപാട് ഫംഗ്ഷൻസ് ഉണ്ടാവും, അതിനൊക്കെ സ്പോൺസർ ചെയ്തിട്ടും അങ്ങനെ ഒരുപാട് രീതിയിൽ ഈ ആൾക്കാരിനൊക്കെ ഇങ്ങനെ ക്യാമ്പയിൻ ചെയ്തുകൊണ്ടേയിരിക്കണം. നല്ലൊരു സിനിമ എടുത്തു, അതിന് ഇതിന് അവാർഡ് കിട്ടിക്കോളും എന്നുള്ള കാര്യമല്ല. നല്ല സിനിമ എടുക്കണം, 3 ഇരട്ടി പൈസ ചെലവാക്കുകയും വേണം. എന്നാലേ ഈ ആൾക്കാരൊക്കെ ഇത് മൈൻഡ് കൂടെ ചെയ്യുള്ളൂ. അങ്ങനെ മൈൻഡ് ചെയ്താലേ ഇവർ സിനിമ കാണുള്ളൂ, എന്നിട്ടാണ് ഇവർ വോട്ട് ചെയ്യുള്ളൂ. ആ ഒരു സംഭവം മനസ്സിലായോ? ഇതൊക്കെ ചെയ്യുന്നതിനാണ് ഇത്ര അധികം എമൗണ്ട് ചെലവാക്കേണ്ടി വരുന്നത്. ഇതിപ്പോ ഈ ചെറിയ സിനിമ ആയതുകൊണ്ടാണ് അവർക്ക് അത്രയും ചെയ്താൽ മതി. ഇത് വലിയൊരു 100 മില്യന്റെ സിനിമയാണെങ്കിൽ ആ 100 മില്യന്റെ ഇരട്ടി അവർക്ക് എന്തായാലും ചെലവാക്കേണ്ടി വരും. അതിനൊന്നും നിൽക്കാത്തത് കൊണ്ടാണ് ഈ വലിയ പോപ്പുലർ ആയിട്ടുള്ള സിനിമകൾക്കൊന്നും ഈ ഓസ്കാർ ഒന്നും കിട്ടാത്തത്. സംഭവം പിടികിട്ടിയില്ലേ?